നിയമനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. സ്പായുടെ മറവിലാണ് ഏജന്റായ ഡെബിൻ ജോസഫ് അവയവ കച്ചവടം നടത്തിയിരുന്നത്. സ്പായിലെത്തുന്നവരുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്തായിരുന്നു തട്ടിപ്പ്. സ്വീകർത്താവിൽ നിന്ന് 18 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് വാങ്ങിയതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതിയായ നജീബിന് പുറമെ ഏജന്റുമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിരുന്നു. ഇതിനിടയിലാണ് സംഘത്തിലെ ഒരു ഏജന്റായ മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെ അന്വേഷണ സംഘം പിടികൂടിയത്. അമ്പലമേട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്നാണ് ഡെബിൻ ജോസഫിനെ പിടികൂടിയത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഡെബിൻ ജോസഫിന്റെ ഉടമസ്ഥതയിൽ ആലപ്പുഴയിൽ ഒരു സ്പായുണ്ട്. ഈ സ്പായിലേക്ക് എത്തിയിരുന്ന ആളുകളുടെ സാമ്പത്തിക സ്ഥിതി ചൂഷണം ചെയ്തായിരുന്നു തട്ടിപ്പ്. 18 മുതൽ 20 ലക്ഷം രൂപ വരെയാണ് സ്വീകർത്താവിൽ നിന്ന് വാങ്ങിയത്. ഇതിൽ 10 ലക്ഷം അവയവദാതാവിന് നൽകും. മിനിമം 5 ലക്ഷം രൂപയാണ് ഏജന്റിന് ലഭിക്കുക. ഫൈനാൻഷ്യലായിട്ട് വീക്കായിട്ടുള്ള ആൾക്കാരുണ്ട് ഐഡന്റിഫൈ ചെയ്യുക, പിന്നെ അവരുടെ ഡോക്യുമെന്റ് എടുത്തിട്ട് ഇതൊരു ഓർഗനൈസ്ഡ് ഒരു ഓർഗൻ ട്രേഡ് ആയിട്ടാണ് ചില ആൾക്കാർ തുടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് ലീഗലായിട്ട് ഒരിക്കലും സ്പെഷ്യൽ ആക്ട് തന്നെ ഉണ്ട്, ടോട്ടാണ് പറഞ്ഞത്. അതിനിടെ കേസിലെ മുഖ്യപ്രതിയായ നജീബിന്റെയും ഭാര്യ റഷീദയുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇരുവരെയും 5 ദിവസത്തേക്കാണ് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി കുന്നത്തുനാട് പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. റിപ്പോർട്ടർ, കൊച്ചി.